ഹായ് എവരി വൺ, വെൽക്കം ടു അക്കാഡമിക് യൂട്യൂബ് ചാനൽ. എൻ്റെ പേര് അരുൺ കുമാർ. നമ്മളിന്ന് നോക്കാൻ പോകുന്നത് കലണ്ടറിൻ്റെ കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. അപ്പം നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യനിലേക്ക് പോയി നോക്കാം. ആദ്യത്തെ ക്വസ്റ്റ്യനിൽ എന്താണ് കൊടുത്തിരിക്കുന്നത്? ഇഫ് ദി 14th September ഓഫ് ആൻ ഇയർ ഈസ് ട്യൂസ്ഡേ, then which day of the week will be the 17th October of the same year? നമുക്കിവിടെ കണ്ടുപിടിക്കേണ്ട എന്താണ്? 17 ഒക്ടോബർ ഏതോ വർഷം ഏതാ തന്നിട്ടില്ല, അതേതാ ദിവസം എന്നാണ് കണ്ടുപിടിക്കേണ്ടത്. തന്നിട്ടുള്ളത് എന്താണ്? അതേ വർഷത്തിലെ 14 സെപ്റ്റംബർ എന്ന് പറയുമ്പോൾ എന്താണ്? ട്യൂസ്ഡേ ആണ് തന്നിട്ടുണ്ട്. ഇതെങ്ങനെ സോൾവ് ചെയ്യാം? നമുക്ക് മാസങ്ങൾ അറിയാലോ. ജനുവരി, ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ, മെയ്, ജൂൺ, ജൂലൈ, ആഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ. സെപ്റ്റംബർ കഴിഞ്ഞിട്ടാണ് ഒക്ടോബർ വരിക, അത് നമുക്കറിയാലോ. സെപ്റ്റംബർ കഴിഞ്ഞിട്ട് ഒക്ടോബർ വരും. പിന്നെയെന്ന് പറയുമ്പോൾ ഇവിടെ സെപ്റ്റംബർ എത്രയാണ് വരുന്നത്? 14-ാം തീയതി ആണ് നമുക്ക് ട്യൂസ്ഡേ എന്ന് പറഞ്ഞു തന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? 14 ഇവിടെ എഴുതാം. പിന്നെ നമുക്ക് ഒക്ടോബർ എത്ര കണ്ടുപിടിക്കേണ്ടത്? 17 കണ്ടുപിടിക്കണം. അതേതാ ദിവസം എന്നറിയില്ലല്ലോ. അപ്പോൾ ഇതെങ്ങനെ സോൾവ് ചെയ്യാൻ പറ്റും? സെപ്റ്റംബറിൽ എത്ര ദിവസമാണ് വരുന്നത്? 30 ദിവസമല്ലേ ടോട്ടൽ വരുന്നത് മാസത്തിൽ? 30 ദിവസം ഉണ്ടാവും. മുപ്പത് ദിവസത്തിൽ എത്ര ദിവസം കഴിഞ്ഞു? ഇപ്പം 14 ദിവസം പോയി. നമുക്ക് എന്ത് ചെയ്യണം? ഈ 14 തൊട്ട് ഒക്ടോബർ 17 വരെ എത്ര ദിവസങ്ങളുണ്ട് എന്ന് ആദ്യം കണ്ടുപിടിക്കണം. അതാണ് നമുക്ക് ഫസ്റ്റ് ചെയ്യേണ്ട സ്റ്റെപ്പ്. അപ്പോൾ 30 നിന്ന് 14 പോയിട്ടുണ്ടെങ്കിൽ എത്രയാണ് വരിക? 16 അല്ലേ? അപ്പം 16. അത് കഴിഞ്ഞിട്ട് എന്താണ്? ഒക്ടോബറിൽ 17 ദിവസമുണ്ട്, അതും കൂടെ ആഡ് ചെയ്യാം. ആഡ് ചെയ്യുമ്പോൾ എത്രയാണ്? 6ഉം 7 എന്ന് പറയുമ്പോൾ എത്രയാണ് വരിക? 13 അല്ലേ? സിസ്റ്റം 1 1 1 2 3 33 കിട്ടി നമുക്ക് ടോട്ടൽ. സെപ്റ്റംബർ 14 തൊട്ട് ഒക്ടോബർ 17 വരെ 33 ദിവസങ്ങളുണ്ട്. ഇനി അടുത്ത സ്റ്റെപ്പ് എന്താ നമ്മൾ ചെയ്യേണ്ടത്? ഈ 33-നെ നമ്മൾ എന്ത് ചെയ്യണം? 7-നെ കൊണ്ട് ഡിവൈഡ് ചെയ്യണം. 7-നെ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എന്താവും? നമുക്ക് ആഴ്ച കംപ്ലീറ്റ് ചെയ്തിട്ട് ബാക്കിയുള്ള ദിവസം കിട്ടുമല്ലോ, ഓഡായിട്ട് വരുന്ന ദിവസം കിട്ടും. ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ 33 ഡിവൈഡഡ് ബൈ 7. 1 7 7 7 14 3 7 21 4 7 28 അല്ലേ? 28. ബാക്കി എത്രയാണ് വരിക? 33 മൈനസ് 28 എന്ന് പറയുമ്പോൾ 5 അല്ലേ? 5 എന്നും കിട്ടി. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ട്യൂസ്ഡേ കഴിഞ്ഞിട്ട് ഒരാഴ്ച കംപ്ലീറ്റ് ചെയ്യുമ്പോൾ കറക്റ്റ് പിന്നെ അതിൽ തന്നെ വരുമല്ലോ. അത് കഴിഞ്ഞിട്ട് എക്സസൈസ് വരുന്നതാണ് 5. അന്നേരം നമ്മൾ എന്ത് ചെയ്യണം? ദിവസങ്ങൾ നമുക്ക് ഓൾറെഡി അറിയാം. ഫസ്റ്റ് സൺഡേ, മൺഡേ, ട്യൂസ്ഡേ, വെനസ്ഡേ, തേഴ്സ്ഡേ, ഫ്രൈഡേ, സാറ്റർഡേ. ഇനി നമുക്ക് കൗണ്ട് ചെയ്യാം. ട്യൂസ്ഡേ തൊട്ട് കൗണ്ട് ചെയ്ത് നോക്കാം. ഇതല്ല ട്യൂസ്ഡേ. 1 2 3 4 5. 5 എന്ന് പറയുമ്പോൾ എന്തായി? സൺഡേ ആയി. സൺഡേ. അപ്പോൾ നമ്മുടെ കറക്റ്റ് ആൻസർ എന്ന് പറയുമ്പോൾ എന്താണ്? ഒന്നാമത്തെ ക്വസ്റ്റ്യൻ്റെ സൺഡേ എന്നാണ്. ക്വസ്റ്റ്യൻ എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോയി നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ ലീപ്പ് ഇയർ? ലീപ്പ് ഇയർ ഏതാണെന്ന് ചോദിച്ചിട്ടുള്ളത്. ലീപ്പ് ഇയർ എങ്ങനെ കണ്ടുപിടിക്കാം? ഒരു ഇയറിനെ നമുക്ക് 4-നെ കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ അതെന്താണ്? ലീപ്പ് ഇയർ ആണ്. അല്ലെങ്കിൽ അത് ലീപ്പ് ഇയർ അല്ല. പിന്നെ അത് സെഞ്ചുറി ഇയർ ആണെങ്കിൽ നമുക്ക് 400-നെ കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റണം. നമുക്ക് നോക്കി നോക്കാം ഇവിടുത്തെ ഓപ്ഷനൊക്കെ എങ്ങനെയാണ്. ഫസ്റ്റ് തന്നിട്ടുള്ളത് എന്താണ്? 1600. അത് ലീപ്പ് ഇയർ ആണോ? ഇവിടെ ലാസ്റ്റ് 2 0 വരിക. അപ്പോൾ സെഞ്ചുറി ആണ്, സെഞ്ചുറി ഇയർ ആണ്.
അന്നേരം എന്ത് ചെയ്യണം, നമ്മൾ 400 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അപ്പോൾ 1600 ഡിവൈഡഡ് ബൈ 400 ചെയ്യാം. 2 0 വെട്ടിപ്പോയി. 4 എത്ര വട്ടം പോവും? 4 വട്ടം പോവില്ലേ? 4 16. അപ്പോൾ എന്താണ്? ഒന്നാമത്തത് ലീപ്പ് ഇയർ ആണ്. 400 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റി. അടുത്ത എന്താണ്? 2000. 2000 നോക്കി നോക്കാം. 2000 ഡിവൈഡഡ് ബൈ 400. 0 2 വെട്ടിപ്പോയി. എത്ര വട്ടം പോവും? 5 വട്ടമല്ലേ പോവുക? 4 5 20 അല്ലേ? 5 വട്ടം പോയി. അപ്പോൾ രണ്ടാമത്തത് എന്താണ്? ലീപ്പ് ഇയർ ആണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് 2400. അതെന്താണ്? 400 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 6 വട്ടം പോവും. അതും ലീപ്പ് ഇയർ ആണ്. അപ്പോൾ നമ്മുടെ കറക്റ്റ് ആൻസർ എന്ന് പറയുമ്പോൾ എന്താണ്? ഓപ്ഷൻ ഡി. ഓൾ ദി ഓപ്ഷൻസ് ആർ കറക്റ്റ്. ഈ ക്വസ്റ്റ്യൻ എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇത് വളരെ സിമ്പിളാണ്. നമ്മൾ പഠിച്ചൊരു കൺസെപ്റ്റ് ഓർമ്മയിൽ നിൽക്കാൻ വേണ്ടി നമ്മൾ ഈ പ്രോബ്ലം ഒന്ന് എടുത്തതാണ്. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോയി നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ എന്താണ് കൊടുത്തിരിക്കുന്നത്? കംപ്ലീറ്റ് ദ സെൻറ്റൻസസ് ഗിവൺ ബിലോ, സിങ് ദി കറക്റ്റ് ആൾട്ടർനേറ്റീവ്. നമുക്കിത് ഫില്ല് ചെയ്യണം, കറക്റ്റായിട്ട് ഫില്ല് ചെയ്യണം. നോക്കി നോക്കാം. എ മന്ത് ക്യാൻ ഹാവ്, എത്ര ഡേയ്സ് ആണ് ഒരു മന്തിൽ ഉണ്ടാവുക എന്നാണ് ചോദിച്ചിട്ടുള്ളത്. നമുക്ക് ഓപ്ഷൻ എന്തൊക്കെയാണ് തന്നിട്ടുള്ളത്? 30 ദിവസം ഉണ്ടാവുമല്ലോ ഒരു മാസത്തിൽ. പിന്നെ അതേപോലെ തന്നെ 31 ഉണ്ടാവും. പിന്നെ 28 29 ഉണ്ടാവും. നമുക്ക് അറിയുന്ന കാര്യം തന്നെ. അപ്പോൾ നമ്മുടെ ആൻസർ എന്താണ് വരേണ്ടത്? മോർ ദാൻ വൺ ഓഫ് ദി എബോവ്. ഇതിൽ ഒന്നിൽ കൂടുതൽ കറക്റ്റ് ആൻസർ ആണ്. അതാണ് നമ്മൾക്ക് ഇവിടെ എടുത്ത് എഴുതേണ്ടത്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ എന്ന് പറയുമ്പോൾ എന്താണ്? ഓപ്ഷൻ ഡി, മോർ ദാൻ വൺ ഓഫ് ദി എബോവ്. ഈ ക്വസ്റ്റ്യൻ എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോയി നോക്കാം. 4ാമത്തെ ക്വസ്റ്റ്യൻ എന്താണ് കൊടുത്തിരിക്കുന്നത്? ഇഫ് 3 March 2020 was Tuesday, then what was the day of the week on 3 February 2019? ഇതെങ്ങനെ സോൾവ് ചെയ്യാം? എന്താണ് ഇവിടെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളത്? March 3 2020 എന്താണ്? ട്യൂസ്ഡേ ആണ് തന്നിട്ടുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് എന്താണ് അടുത്തത് കൊടുത്തിട്ടുള്ളത്? February 3 2019 ഏത് ദിവസം എന്നാണ് കണ്ടുപിടിക്കേണ്ടത്. ഇത് നമുക്ക് സോൾവ് ചെയ്ത് നോക്കാം. ആദ്യം തന്നിട്ടുള്ള കാര്യങ്ങളൊക്കെ എടുത്ത് എഴുതാം. ഫസ്റ്റ് തന്നിട്ടുള്ള എന്താണ്? 3 മാർച്ച് അല്ലേ? മാർച്ച് 2020 എന്താണ്? ട്യൂസ്ഡേ തന്നിട്ടുണ്ടല്ലോ. അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യണം? മന്ത് ഒന്ന് നോക്കി നോക്കാം. ജനുവരി ആയി, ഫെബ്രുവരി, മാർച്ച്. ഫെബ്രുവരി കഴിഞ്ഞിട്ടാണ് മാർച്ച് വരിക. അപ്പം നമുക്കിവിടെ കണ്ടുപിടിക്കേണ്ടത് ഫെബ്രുവരി 2019 മൂന്നാം ദിവസം ഏതാണെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. അന്നേരം നമുക്കിത് എങ്ങനെ സോൾവ് ചെയ്യാം? നമുക്ക് തന്നിട്ടുള്ള എന്താണ്? 3 മാർച്ച് 2020 തന്നിട്ടുണ്ട്. അപ്പം നമുക്ക് ഫെബ്രുവരി 3 2020 കണ്ടുപിടിച്ച് നോക്കാം ഏതാ ദിവസം വരുന്നതെന്ന്. അത് സുഖമായി കണ്ടുപിടിക്കാം. എങ്ങനെയാണ്? അപ്പോൾ 3 ഫെബ്രുവരി തൊട്ട് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താണ്? 3 മാർച്ച് വരെ നമുക്ക് കണ്ടുപിടിക്കണം. അപ്പോൾ ഫെബ്രുവരി 2020 എത്ര ദിവസം വരും? 2020 എന്ന് പറയുമ്പോൾ എന്താണ്? ലീപ്പ് ഇയർ ആണ്. ലീപ്പ് ഇയർ ആകുമ്പോൾ എന്താണ്? 29 ഉണ്ടാവും ഫെബ്രുവരിയിൽ. അപ്പോൾ 3 ഓൾറെഡി ഫെബ്രുവരിയിൽ നമ്മൾ എടുത്തു. അപ്പോൾ ബാക്കി എത്ര ദിവസങ്ങളാണുള്ളത്? 29 3 പോയിട്ടുണ്ടെങ്കിൽ 26. അത് കഴിഞ്ഞിട്ട് ഓൾറെഡി മാർച്ചിൽ ഒരു 3 ദിവസം കൂടെ ഉണ്ട്.
അതും കൂടെ ആഡ് ചെയ്ത് നോക്കാം. അപ്പം എത്രയായി? 26+3 എന്ന് പറയുമ്പോൾ 29 ഇനി നമുക്ക് എന്ത് ചെയ്യണം? ഈ 29നെ 7നെ കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 29 ഡിവൈഡഡ് ബൈ 7. 1 7 7 14 3 21 4 7 28 അല്ലേ? 28. അപ്പോൾ ശിഷ്ടം എത്രയാണ്? 1 വന്നു. അന്നേരം 3 ഫെബ്രുവരി എന്താണ് വരിക? നമ്മൾ മുന്നേ ഉള്ളതാണ് കണ്ടുപിടിക്കാൻ പോകുന്നത്. അന്നേരം എന്ത് ചെയ്യണം? മുന്നുള്ളതെന്നാണ് നമ്മൾ ഫ്രണ്ടത്തെ കണ്ടുപിടിക്കുന്നത്, കഴിഞ്ഞു പോയതെന്ന്. അന്നേരം എന്ത് ചെയ്യണം? -1 ചെയ്യണം. നമുക്ക് തന്ന ട്യൂസ്ഡേന്ന് -1 ചെയ്യണം, അതായത് ബേക്കിലേക്ക് നോക്കണം. അപ്പം ട്യൂസ്ഡേൻ്റെ തൊട്ട് മുന്നിൽ ഏതാണ് വരിക? മൺഡേ അല്ലേ? തിങ്കൾ കഴിഞ്ഞിട്ടല്ലേ ചൊവ്വ വരിക. അപ്പോൾ മൺഡേ വരും. ഏത്? 3 ഫെബ്രുവരി എന്ന് പറയുമ്പോൾ എന്താണ്? മൺഡേ ആണ്. അപ്പോൾ 3 ഫെബ്രുവരി മൺഡേ എന്ന് കിട്ടി. അതായത് 2020 3 ഫെബ്രുവരി മൺഡേ. അത് കഴിഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യണം? 2019 ഫെബ്രുവരി 3 കണ്ടുപിടിക്കണം. ഞാനിവിടെ കുറച്ച് ഡാറ്റ കൊടുത്തിട്ടുണ്ട്. ഈ ഡാറ്റ ഒന്ന് ചെക്ക് ചെയ്യുക. എല്ലാവർക്കും അറിയുന്ന, ഓർത്ത് വെക്കാൻ സുഖമായിരിക്കും ഡാറ്റ ഒരു വട്ടം കണ്ടിട്ടുണ്ടെങ്കിൽ. അതായത് ഫെബ്രുവരി 14 നമുക്ക് എടുക്കാം. അതായത് 2025 ഫെബ്രുവരി 14 എന്ന് പറയുമ്പോൾ എന്താണ്? ഫ്രൈഡേ, വെള്ളിയാഴ്ചയാണ്. പിന്നെ 2024 ഫെബ്രുവരി 14 എന്ന് പറയുമ്പോൾ വെനസ്ഡേ ആണ്. 2023 ഫെബ്രുവരി 14 ട്യൂസ്ഡേ. 2022 ഫെബ്രുവരി 14 എന്താണ്? മൺഡേ. 2021 ഫെബ്രുവരി 14 എന്ന് പറയുമ്പോൾ എന്താണ്? സൺഡേ. 2020 ഫെബ്രുവരി 14 എന്ന് പറയുമ്പോൾ എന്താണ്? ഫ്രൈഡേ. ഇത് കാണുമ്പോൾ എന്തെങ്കിലും മനസ്സിലാകുന്നുണ്ടോ? നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഫ്രൈഡേ വെനസ്ഡേ ആയി. അതായത് 2 വട്ടം ബാക്കോട്ട് വന്നില്ലേ? ഫ്രൈഡേയും പോയി, തേഴ്സ്ഡേയും പോയി, അപ്പോൾ വെനസ്ഡേ ആയി. ഇപ്പോൾ -2 എന്ന് കൊടുക്കാം, ജസ്റ്റ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടോ. പിന്നെ അതേപോലെ തന്നെ വെനസ്ഡേ എന്തായി? ട്യൂസ്ഡേ ആയി. തൊട്ടൊരു ദിവസം മുന്നിലേക്ക് വന്നു. അപ്പോൾ -1 കൊടുക്കാലോ. പിന്നെ ട്യൂസ്ഡേ എന്തായി? മൺഡേ ആയി -1. മൺഡേ സൺഡേ ആയി -1. പിന്നെ അത് കഴിഞ്ഞിട്ട് എന്തായി? സൺഡേ ഫ്രൈഡേ ആയി. പിന്നെ -2. 2 ദിവസം ബാക്കോട്ട് വന്നല്ലോ. -2. അന്നേരം ഇവിടെ -2 വന്നത് എങ്ങനെയാണെന്ന് വല്ല ഐഡിയ കിട്ടുന്നുണ്ടോ? 2025 2024 -2 ആണ് വരുന്നത്. അതേപോലെ തന്നെ 2021 2020 -2 ആണ് വരുന്നത്. ഈ വർഷങ്ങൾക്ക് എന്തെങ്കിലും പ്രത്യേകതയുണ്ടോ? 2025 നോർമൽ ഇയർ ആണ്. പിന്നെ 2024 എന്താണ്? ലീപ്പ് ഇയർ ആണ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞു പോയ വർഷം ലീപ്പ് ഇയർ ആണെങ്കിൽ -2 ആണ് ചെയ്യുന്നത്. അങ്ങനെ ഒരു ഡൗട്ട് വരുന്നില്ലേ? താഴത്തെ കൂടെ നോക്കി നോക്കാം. 21 എന്താണ്? ലീപ്പ് ഇയർ അല്ല. പക്ഷേ 2020 ലീപ്പ് ഇയർ ആണല്ലോ. 4നെ കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നുണ്ടല്ലോ. അപ്പോൾ പിന്നെ ബാക്കിയുള്ളതൊന്നും ലീപ്പ് ഇയർ അല്ല. 23 ലീപ്പ് ഇയർ അല്ല, 22 ലീപ്പ് ഇയർ അല്ല, 21 ലീപ്പ് ഇയർ അല്ല. അവിടെയൊക്കെ -1 ആണ് വരുന്നത്. അപ്പം മനസ്സിലാക്കാം, തൊട്ട് മുന്നത്തെ വർഷം ലീപ്പ് ഇയർ ആണെങ്കിൽ എന്താണ് വരിക? -2 വരും നമുക്ക് ആ വർഷം കണ്ടുപിടിക്കണമെങ്കിൽ. അതേ ട്രിക്ക് ഇവിടെ അപ്ലൈ ചെയ്ത് നോക്കാം. നമ്മൾ കണ്ടുപിടിച്ചു എന്താണ്? ഫെബ്രുവരി 3 2020 എന്താണ്? മൺഡേ ആണ്. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഫെബ്രുവരി 3 2019. അതല്ല കണ്ടുപിടിക്കേണ്ടത്. 19 എന്ന് പറയുമ്പോൾ എന്താണ്? ലീപ്പ് ഇയർ അല്ലല്ലോ, നോർമൽ ഇയർ അല്ലേ? അതായത് 4നെ കൊണ്ട് നമുക്ക് 2019 ഡിവൈഡ് ചെയ്യാൻ പറ്റൂല. അന്നേരം നമ്മൾ എന്ത് ചെയ്യണം? -1 ചെയ്യണം. ഇവിടെ ചെയ്ത അതേ റൂളൊന്ന് അപ്ലൈ ചെയ്താൽ മതി. അപ്പോൾ മൺഡേൻ്റെ തൊട്ട് മുന്നിൽ ഏതാണ് വരിക? ബേക്കിലേക്ക് പോകുമ്പം സൺഡേ.
അപ്പോൾ നാലാമത്തെ ക്വസ്റ്റ്യൻ്റെ കറക്റ്റ് ആൻസർ എന്ന് പറയുമ്പോൾ എന്താണ്? സൺഡേ. ഓപ്ഷൻ സി ആണ് ഈ ക്വസ്റ്റ്യൻ്റെ കറക്റ്റ് ആൻസർ. ഈ ക്വസ്റ്റ്യൻ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. നമ്മൾ ഇത്ര ക്വസ്റ്റ്യൻ എന്ന് ചെയ്യുന്നുള്ളൂ. അപ്പോൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നത് സപ്പോർട്ട് ചെയ്യണം. താങ്ക് യു ഫോർ വാച്ചിങ് ദ വീഡിയോ.